ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായ സമയത്ത്, അതായത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന നമ്മളുടെ ആ ഒരു ദൗത്യം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ രാജ്യത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്തത് നമ്മളുടെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനമായിരുന്നു. അതായത് എയർ ഡിഫൻസ് സിസ്റ്റമായിരുന്നു. അത് നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചതും, അതുപോലെ തന്നെ റഷ്യ അല്ലെങ്കിൽ ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങൾ, പ്രത്യേകിച്ച് റഷ്യയിൽ നിന്നുള്ള S-400 എന്ന് പറയുന്ന ആ മികച്ച സംവിധാനം നമ്മൾ ഫലവത്തായിട്ട് നമുക്ക് ഡിപ്ലോയ് ചെയ്യാൻ സാധിച്ചതുകൊണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ, മിസൈൽ, റോക്കറ്റ് അറ്റാക്കുകൾ നമുക്ക് ഫലവത്തായിട്ട് വളരെ നമുക്ക് വലിയ പരിക്കുകൾ ഉണ്ടാകാതെ, നാശനഷ്ടങ്ങൾ ഉണ്ടാകാതെ, ആളപായങ്ങൾ ഉണ്ടാകാതെ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുവാൻ സാധിച്ചു അല്ലെങ്കിൽ സഹായിച്ചു എന്നുള്ള ഒരു വലിയൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ത്യക്ക് ഇനിയും നമ്മൾ മുന്നോട്ട് രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശക്തിപ്പെടുത്തേണ്ട ഒരു മേഖലയാണ് വ്യോമ പ്രതിരോധ സംവിധാനം. ഇന്ത്യ അതിനകത്തിൽ വളരെ ശക്തമായിട്ട് തദ്ദേശീയമായി നമ്മൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നതോടുകൂടി റഷ്യ അല്ലെങ്കിൽ ഇസ്രായേൽ മുതലായിട്ടുള്ള രാജ്യങ്ങളെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു മേഖലയെ നമ്മൾ കൂടുതൽ നമ്മളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണത്. ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാൻ്റെ യുദ്ധവിമാനങ്ങളും അതുപോലെ തന്നെ നമുക്കറിയാം അവർ ടർക്കിയിൽ നിന്നും ചൈനയിൽ നിന്നൊക്കെ വാങ്ങിക്കൂട്ടിയ ഡ്രോണുകളും അതുപോലെ തന്നെ റോക്കറ്റ്, മിസൈൽ ഒക്കെ തന്നെ നമുക്ക് വളരെ എന്താണ് പറയുക ഇഫക്റ്റീവായിട്ട് അതിനെ പ്രതിരോധിക്കാൻ സാധിച്ചത് വ്യോമ പ്രതിരോധ സംവിധാനം വളരെ മികവുറ്റതായതുകൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ അതിനകത്ത് വേറെ രണ്ടഭിപ്രായം അല്ലെങ്കിൽ ഏതൊരു അഭിപ്രായങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി നമ്മൾ ആ ഒരു സൈനിക ബലം, പ്രത്യേകിച്ച് വ്യോമ പ്രതിരോധ സംവിധാനവുമായി ബന്ധപ്പെട്ട നമ്മളുടെ സൈനിക ബലം നമ്മൾ വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് S-400 ആ ഒരു സംവിധാനം നമ്മൾ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ ഉള്ള തീരുമാനത്തിലേക്കാണ്. അതുപോലെ തന്നെ റഷ്യ S-400 അടുത്ത എവല്യൂഷനായിട്ടുള്ള S-500 റഷ്യ നീങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യയെ കൂടെ അതിൽ ഉൾപ്പെടുത്താനുള്ളൊരു ശ്രമം റഷ്യയുടെ ഭാഗത്തുനിന്നും ഉണ്ട്. അപ്പോൾ ഇന്ത്യ S-500 എന്ന് പറയുന്ന സംവിധാനം ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു സംവിധാനം അക്വയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു താല്പര്യം പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് S-400 ഏറ്റവും കൂടുതലായിട്ടുള്ള ഗ്രേറ്റർ റേഞ്ചും അല്ലെങ്കിൽ കപ്പാസിറ്റിയും ഒക്കെ തന്നെയുള്ളതാണ്. പക്ഷേ റഷ്യൻ ലീഡർഷിപ്പിൽ നിന്ന് നമുക്കറിയാം ഇപ്പം ഇന്ത്യക്ക് നമ്മളിപ്പം ഉദാഹരണത്തിന് നമ്മൾ അമേരിക്കയിൽ നിന്ന് ഏറ്റവും അത്യാധുനികമായിട്ടുള്ളൊരു വെപ്പൺ സിസ്റ്റം മേടിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തന്നെയും അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ തലപ്പത്തുനിന്ന് അതിനുള്ള ഒരു അപ്രൂവൽ കിട്ടണം. അപ്പോൾ റഷ്യയുടെ ഭാഗത്തുനിന്ന് ഇതിലെ ഒരു തീരുമാനം ഇതുവരെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. 2018 നമ്മളെ $5.43 ബില്യൺ S-400 റെജിമെൻസിന് വേണ്ടിയുള്ള കരാറുകൾ നമ്മൾ ഒപ്പിട്ടത്. റഷ്യ യുക്രൈൻ വാർ തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ 3 റെജിമെൻറ്റ്സ് അല്ലെങ്കിൽ 3 എന്താണ് പറയുക കമ്പോണൻസ് നമുക്ക് റഷ്യ ഡെലിവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സഹായിച്ചത്, നമ്മളെ രക്ഷിച്ചതൊക്കെ തന്നെ. അതായത് പാകിസ്ഥാനും ചൈനയ്ക്കെതിരെയാണ് നമ്മളത് ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്, വിന്യസിച്ചിട്ടുള്ളത്. ആദ്യത്തെ S-400 റെജിമെൻറ്റ് 2021 നമുക്ക് ലഭിച്ചു. അതിന് 2022, പിന്നെ 2023 ഒക്ടോബറിൽ, അതായത് ഡിസംബർ 2021, അതുപോലെ തന്നെ ഏപ്രിൽ 2022, അതുപോലെ തന്നെ ഒക്ടോബർ 2023, അങ്ങനെ 3 റെജിമെൻറ്റ് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ സുദർശൻ ചക്ര എന്ന് പറഞ്ഞുള്ള പേര് നമ്മൾ നൽകിയിട്ടാണ് നമ്മൾ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിലേക്ക് നമ്മളത് ഇൻഡക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ S-400 ശരിക്കും പറഞ്ഞാൽ ലോകത്തിൽ നിന്ന് ലഭ്യമായിട്ടുള്ളതിലേക്കും ഏറ്റവും അത്യാധുനികമായിട്ടുള്ള പിന്നെ നല്ല ഒരു വെപ്പൺ സിസ്റ്റമാണ്, എയർ ഡിഫൻസ് സിസ്റ്റമാണ്. സ്ട്രാറ്റജിക് ബോംബേഴ്സിന്, ഫൈറ്റർ ജെറ്റ്സിന്, അതുപോലെ തന്നെ സർവൈലൻസ് എയർക്രാഫ്റ്റ്, മിസൈൽസ്, ഡ്രോണ്, ഇതിനെയൊക്കെ തന്നെ 380 കിലോമീറ്ററിന് അപ്പുറത്ത് തന്നെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാനും അതിനെ പ്രതിരോധിക്കാനും ഒക്കെ നമുക്ക് കഴിയുന്ന ഒരു സംവിധാനമാണ് S-400 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി നമുക്ക് S-400 ബാക്കി നമുക്ക് ലഭിക്കാനുണ്ട്. കാരണം റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം 5 സ്ക്വാഡ്രൺ, 5 റെജിമെൻ്റാണ് നമ്മൾ റഷ്യയിൽ നിന്ന് സൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ 3 മാത്രമേ എത്തിയിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് റഷ്യ യുക്രൈൻ വാർ തുടങ്ങിയതിന് ശേഷം നമുക്ക് 2 സ്ക്വാഡ്രൺ അല്ലെങ്കിൽ 2 റെജിമെൻറ്റ് നമുക്ക് ഡെലിവർ ചെയ്യാനുണ്ട് റഷ്യ എന്ന് പറഞ്ഞാൽ. അതായത്
എന്തായാലും 2026 അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഒരു കാലയളവിലേ അത് സാധിക്കത്തുള്ളൂ. കാരണം യുദ്ധം തുടങ്ങിയതിന് ശേഷം നമുക്കറിയാം റഷ്യയുടെ പിന്നെ എക്സ്പോർട്ട് ഇല്ലേ മിലിറ്ററി അവർക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ആയുധങ്ങളൊന്നും എക്സ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവരുണ്ടാക്കുന്ന ആയുധങ്ങളൊക്കെ തന്നെ അവരുടെ യുദ്ധത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ പട്ടാളത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ ഏഹ്, ഇപ്പോഴും യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഒരു നമുക്ക് അവരിൽ നിന്ന് കാര്യമായിട്ടുള്ള ആയുധങ്ങൾ വാങ്ങിക്കുവാൻ അല്ലെങ്കിൽ സാധ്യമല്ലാത്തൊരു കാലഘട്ടം കൂടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഇന്ത്യ തീർച്ചയായിട്ടും ഈ ഒരു മേഖല കൂടുതൽ ശക്തിപ്പെടുത്താൻ പോകുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതും അതിനകത്തിൽ നമ്മുടെ വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചതുകൊണ്ടാണ് നമുക്ക് തീർച്ചയായിട്ടും പാകിസ്ഥാനിൽ നിന്നും അവരുടെ ശക്തമായിട്ടുള്ള ആക്രമങ്ങൾ ആക്രമണങ്ങൾ ഉണ്ടായിട്ട് തന്നെ അറ്റാക്കുകൾ ഉണ്ടായിട്ട് തന്നെ അതായത് മിസൈലും ഡ്രോണുകളും ഒക്കെ ഉപയോഗിച്ച് തന്നെ ടർക്കിയിൽ നിന്നുമൊക്കെ അവർ വാങ്ങിച്ച 300-ൽ പരം 400-നടുത്ത് അല്ലെങ്കിൽ ഏകദേശം 300-നും 500-നും ഇടയ്ക്ക് ഡ്രോണുകൾ അവർ വിക്ഷേപിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം നമുക്ക് വലിയ പരിക്കുകളില്ലാതെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിച്ചത് ഈ എയർ ഡിഫൻസ് സിസ്റ്റം കൊണ്ടാണ്. വ്യോമസേനയുടെ പാകിസ്ഥാൻ വ്യോമസേനയുടെ നിരവധി യുദ്ധവിമാനങ്ങളെ തകർക്കുന്നതിൽ S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മികച്ച പങ്കാണ് വഹിച്ചത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ 2 സ്ക്വാഡ്രൺ കൂടി വാങ്ങുന്നതിനെ കുറിച്ച് ഇന്ത്യ ആലോചിക്കുന്നത് പറഞ്ഞില്ല. ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് ഡെലിവറി ചെയ്യാനുള്ളതാണ്. 3 സ്ക്വാഡ്രൺ നമുക്ക് ലഭിച്ചിട്ടുണ്ട്, 2 സ്ക്വാഡ്രൺ നമുക്ക് ലഭിക്കാനുണ്ട്. 5 നമ്മൾ ശരിക്കും പറഞ്ഞാൽ കരാറുകൾ പ്രകാരം റഷ്യ ഇന്ത്യക്ക് തരാനുള്ളതാണ്. 2016 നമ്മൾ പറഞ്ഞു. അപ്പോൾ 5 സ്ക്വാഡ്രണാണ്, 2 സ്ക്വാഡ്രൺ കൂടി ഇനി നമുക്ക് ലഭിക്കാനുണ്ട്. അപ്പോൾ ഇത് കൂടാതെ തന്നെ എക്സ്ട്രാ ആയിട്ടുള്ള 2 സ്ക്വാഡ്രണുകൾ മേടിക്കാനുള്ള പ്ലാൻ ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്, മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 3 സ്ക്വാഡ്രണുകൾ നമ്മൾ ഫലവത്തായിട്ട് തന്നെ വിന്യസിച്ചിട്ടുണ്ട്. ചൈനയ്ക്കെതിരെയും പാകിസ്ഥാനെതിരെയും. ഒന്ന് നമ്മുടെ വെസ്റ്റേൺ തിയേറ്ററിലും ഒന്ന് നമ്മുടെ നോർത്തേൺ തിയേറ്ററിലും. പാകിസ്ഥാനെതിരെയും ചൈനയ്ക്കെതിരെയും നമ്മളിത് ഫലപ്രദമായിട്ട് വിന്യസിച്ചിട്ടുണ്ട്. അത് ഓപ്പറേഷൻ സിന്ദൂറിൽ അതിൻ്റെ മികവ് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ റഷ്യ യുക്രൈനും നമ്മൾ യുദ്ധം തുടങ്ങിയതിന് ശേഷം ബാക്കി 2 സ്ക്വാഡ്രൺ 2018 നമ്മൾ സൈൻ ചെയ്ത കരാർ അനുസരിച്ചുള്ള ബാക്കി 2 സ്ക്വാഡ്രൺ നമുക്ക് ലഭിക്കാനുണ്ട്. അത് 2026 അതിനുശേഷം മാത്രമേ ലഭിക്കത്തുള്ളൂ എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കുന്നു. അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഈ പറഞ്ഞ 2 സിസ്റ്റം കൂടെ റഷ്യ നമുക്ക് ഡെലിവറി ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനിയും S-400-ന്റെ ക്കാളിലും കൂടുതൽ അതിൻ്റെ നെക്സ്റ്റ് എന്താ പറയുക ഒരു എവല്യൂഷണറി സിസ്റ്റമായിട്ടുള്ള S-500 വ്യോമ പ്രതിരോധ സംവിധാനം സ്വന്തമാക്കാൻ ഇന്ത്യ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ റഷ്യയിൽ നിന്നും അവരുടെ തീരുമാനങ്ങൾ അന്ന് നടന്നിട്ടില്ല. അപ്പോൾ പാകിസ്ഥാനിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതുപോലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും ആ തീവ്രവാദ പ്രവർത്തനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കുന്നതാണ്. അപ്പോൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഓപ്പറേഷൻ സിന്ദൂർ വീണ്ടും നമുക്ക് എന്താണ് പറയുന്നത് തുടരേണ്ടി വരും. അപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ ശക്തമായിട്ടുള്ള ഡ്രോൺ റോക്കറ്റ് മിസൈൽ അറ്റാക്കുകളെ നമുക്ക് പ്രതിരോധിക്കുവാൻ S-400-നേക്കാളും മികച്ച സംവിധാനമായിട്ടുള്ള S-500 നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ അത് റഷ്യയിൽ നിന്നും വാങ്ങിക്കാനുള്ള സാഹചര്യം അല്ലെങ്കിൽ സാധ്യത കൂടുതലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഈ പാകിസ്ഥാനും ചൈനയും എന്ന് പറയുന്ന 2 ശത്രു രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ ഏത് തരത്തിലുള്ള നീക്കങ്ങളും നടത്താൻ താല്പര്യം പ്രകടിപ്പിച്ച് നിൽക്കുന്ന 2 രാജ്യങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും S-400 എന്ന് പറയുന്ന ആ വെപ്പൺ സിസ്റ്റത്തിൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ കൂടുതൽ സംവിധാനങ്ങൾ നമുക്ക് വിന്യസിക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ നമ്മുടെ ബോർഡറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ ഈ പറഞ്ഞ ശത്രുരാജ്യങ്ങളുടെ ആക്രമണങ്ങൾ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് സംരക്ഷിക്കാനും കഴിയുക എന്നുള്ളത് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDOയുടെ പ്രോജക്റ്റ് കുശ എന്ന കോഡ്നാമത്തിലുള്ള നമ്മൾ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ഇനിയും സമയമെടുക്കും. കാരണം ഇന്ത്യയിൽ നമുക്കറിയാം നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിക്കുമെങ്കിലും എല്ലാത്തിനും ഒരു കാലതാമസമുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ഡൗട്ടൊന്നുമില്ല. എപ്പോഴും നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മൾ തേജസ് അല്ലെങ്കിൽ LCA ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കാരണം ഒത്തിരി ബന്ധങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള തദ്ദേശീയമായിട്ടുള്ള നമ്മൾ വികസിപ്പിച്ചെടുക്കുന്ന എല്ലാ കാര്യങ്ങളും. കാരണം വിദേശത്തു നിന്നുള്ള പലതരത്തിലുള്ള തടസ്സങ്ങൾ നമുക്ക് ഇപ്പം ജെറ്റ് എൻജിൻ അല്ലെങ്കിൽ പലതരത്തിലുള്ള കമ്പോണൻസ് സ്പെയർസ് ടെക്നോളജി ഇതൊക്കെ തന്നെ നമുക്ക് കിട്ടാനുള്ള കാലതാമസം ഉള്ളതുകൊണ്ട്
തദ്ദേശീയമായിട്ട് നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ നമുക്ക് കുറേ സമയം എടുക്കേണ്ടി വരും. പക്ഷെ നമ്മൾ തദ്ദേശീയമായിട്ട് ഈ പറഞ്ഞ എയർ ഡിഫൻസ് സിസ്റ്റം നമ്മളുടെ DRDO അതിനകത്തിൽ ഓൾറെഡി എൻഗേജ്ഡ് ആണ്. പക്ഷെ അത് സമയമെടുക്കും. പക്ഷെ ആ സമയമെടുത്തത് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നമുക്ക് കാത്തിരിക്കാൻ കഴിയില്ല. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഇതുപോലുള്ള രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് അത് അക്വയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ലോജിക്കലായിട്ടുള്ള ഡിസിഷൻ എന്ന് പറയുന്നത്. സോളാർ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ലിമിറ്റഡും ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡും കൂടെ DRDOയുമായി സഹകരിച്ചാണ് ഈ പറഞ്ഞ എയർ ഡിഫൻസ് സംവിധാനം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് വികസിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് S-400 പിന്നെ S-400 ഇനിയും ഭാവിയിൽ നമുക്ക് S-500 നമുക്ക് അക്വയർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരുമിച്ച് നമ്മുടെ രാജ്യത്ത് ചൈനയ്ക്കെതിരെയും പാകിസ്ഥാനെതിരെയും നമുക്ക് വിന്യസിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ഈ പറഞ്ഞ ശത്രു രാജ്യങ്ങളിൽ നിന്നുള്ള ഏത് തരത്തിലുള്ള എയർ അറ്റാക്കുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കതിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഷാങ്ഹായ് സെക്യൂരിറ്റി കോർപ്പറേഷൻ SCOയുടെ മീറ്റിങ്ങിൽ അല്ലെങ്കിൽ ആ മന്ത്രിമാരുടെ യോഗത്തിൽ നമ്മുടെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് ആണ് അവിടെ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ അദ്ദേഹവും റഷ്യൻ പ്രതിരോധ മന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയും ഈ S-400 സിസ്റ്റത്തിൻ്റെ ഇനിയുള്ള 2 സ്ക്വാഡ് അല്ലെങ്കിൽ റെജിമെൻറ്റൂടെ ഡെലിവർ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള സംഭാഷണങ്ങളൊക്കെ നടക്കുകയും അതുപോലെ തന്നെ സുഖോയ് 30 MKI യുദ്ധവിമാനങ്ങളുടെ നവീകരണം അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ, അതുപോലെ തന്നെ നിർണായകമായിട്ടുള്ള സൈനിക ഹാർഡ്വെയർ വാങ്ങൽ തുടങ്ങിയ എന്നുവെച്ചാൽ റഷ്യയിൽ നിന്ന് നമ്മൾ കൂടുതൽ മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ വെപ്പൺസ് വാങ്ങിക്കുന്നതിനെക്കുറിച്ചുള്ള കൂടിക്കാഴ്ചകൾ ഈ 2 മിനിസ്റ്റേഴ്സും തമ്മിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയും റഷ്യയുടെ പ്രതിരോധ മന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ചകൾ നടത്തുകയും സംഭാഷണങ്ങൾ ഏർപ്പെടുകയൊക്കെ ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിൽ നിലനിൽക്കുന്ന ദീർഘമായിട്ടുള്ള റിലേഷനാണ് അത്. തീർച്ചയായിട്ടും അതിനകത്തിൽ പ്രത്യേകിച്ച് വലിയൊരു ഡിസ്റപ്ഷൻ ഒന്നുമില്ല. അപ്പോൾ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ് റഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തിരിച്ച് റഷ്യയ്ക്കും ആശ്രയിക്കാൻ കഴിയുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ പഹൽഗ്രാമിലെ ആക്രമണത്തിൽ ഇന്ത്യയുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതായിട്ടും അദ്ദേഹം പറയുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അത് കഴിഞ്ഞു. അപ്പം നിലവിൽ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ഒന്ന് കൂളിംഗ് ഓഫ് സ്റ്റേജിലാണെങ്കിൽ തന്നെയും പക്ഷേ പാകിസ്ഥാൻ്റെ പക്ഷത്തു നിന്ന് നമുക്ക് ഏത് സമയത്തും ഇതുപോലുള്ള ടെററിസ്റ്റ് ആക്രമണങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഇന്ത്യ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഈ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഏത് തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇന്ത്യക്കുള്ളിൽ പാകിസ്ഥാൻ നടത്തി കഴിഞ്ഞാലും അത് ഇന്ത്യക്കെതിരെയുള്ള യുദ്ധമായിട്ട് ഇന്ത്യ കണക്കാക്കി ഓപ്പറേഷൻ സിന്ദൂർ അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള എന്താണ് പറയുന്നത് യുദ്ധത്തിൽ ഇന്ത്യ തീർച്ചയായിട്ടും യുദ്ധം നടത്തുവാനോ അല്ലെങ്കിൽ യുദ്ധം തുടങ്ങുവാനും ഇന്ത്യ മടിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഭാവിയിൽ പാകിസ്ഥാനോട് ഏറ്റുമുട്ടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഏറ്റുമുട്ടേണ്ടി വന്നു കഴിഞ്ഞാൽ അവരിൽ നിന്നുണ്ടാകുന്ന റിയാക്ഷൻ നമുക്ക് ഈ പറഞ്ഞ 100 കണക്കിന് ഡ്രോണുകളും മിസൈലുകളും വരെ നമുക്കെതിരെ വിക്ഷേപിക്കുമ്പോൾ അത് നമുക്ക് പ്രതിരോധിക്കാൻ ശക്തമായിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നമുക്കുണ്ടാകുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വളരെ അഗ്രസീവായിട്ട് അല്ലെങ്കിൽ പ്രൊവാക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ തദ്ദേശീയമായി വികസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ സംവിധാനങ്ങൾക്കൊപ്പം തന്നെ റഷ്യയിൽ നിന്നുള്ള S-400 അഡീഷണലായിട്ട് S-400 അതുകൊണ്ട് തന്നെ S-500 ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, കാരണം ഇത് S-400 ഒരു എവല്യൂഷണറി അല്ലെങ്കിൽ നെക്സ്റ്റ് അതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ് S-500. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റഷ്യ നമുക്ക് തരാൻ താല്പര്യം പ്രകടിപ്പിക്കുക, അത് നമുക്കത് റഷ്യയിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഏകദേശം ഫുൾ ഫ്ലഡ്ജായിട്ട് നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കാൻ ഇതിൽ നിന്ന് നമുക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ എന്താണ് പറയുന്നത് ഒരു വിവരണം. മറ്റു ടോപ്പിക്ക് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.